സംസ്ഥാന ഹൈവേയുടെ ഭാഗമായ വഴയില പഴകുറ്റിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ മന്ദഗതിയിലെന്ന ആരോപണവുമായി പ്രദേശവാസികൾ. കലുങ്കു നിർമ്മാണത്തിന്റെ ഭാഗമായി കുഴിച്ച കുഴിയിൽ വീണ് അടുത്തിടെ യുവാവ് മരിച്ചിരുന്നു. മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തതുമൂലം മേഖലയിൽ അപകടങ്ങളും പതിവാണ്. എത്രയും വേഗം റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. 4 വരിപ്പാതയുടെ നിർമ്മാണം തുടങ്ങിയിട്ട് 1 വർഷത്തിനോടടുക്കുന്നു. കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത നിർമ്മാണ പ്രവൃത്തികൾ. ദിവസവും അപകടങ്ങളുണ്ടാകുന്നു. ഇത് ആകാശ് മുരളി. 30 വയസ്സ് മാത്രമാണ് പ്രായം. ടെക്നോ പാർക്കിലെ ജോലി കഴിഞ്ഞ് മടങ്ങവേ റോഡ് നിർമ്മാണത്തിനായി കുഴിച്ച കുഴിയിൽ വീണു മരിച്ചു. കരാറുകാരുടെയും അധികാരികളുടെയും അശ്രദ്ധ മൂലം നഷ്ടപ്പെട്ടത് വിലപ്പെട്ട ജീവൻ. രാത്രി 2 മണിയൊക്കെ 1:45 2 മണിയൊക്കെ ആയി. ആ സമയത്ത് ബൈക്കിൽ ആക്റ്റീവിൽ വന്ന് അതുവഴി കയറി ആ കുഴിയിൽ വീഴുകയായിരുന്നു. ആ കുഴി നമ്മൾ കരയെ കയറിയാണ് കിടന്നത്. ആ സ്ലാപ്പിന്റെ പുറത്താണ് കിടന്നത്. പ്രദേശത്ത് 1 മാസത്തിനിടയിൽ ഉണ്ടാകുന്ന 2ാമത്തെ അപകട മരണമാണ് ആകാശിന്റേത്. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഗുരുതര പരിക്ക് പറ്റിയവരും നിരവധി. നെടുമങ്ങാട് വഴി തെങ്കാശി വരെ എത്താനുള്ള പ്രധാന പാതയായതിനാൽ തന്നെ മിക്ക സമയവും തിരക്കധികമാണ്. എന്നിട്ട് പോലും റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് നാട്ടുകാർ പറയുന്നത് വെറുതെയല്ല. 2-3 മാസത്തിനുള്ളിൽ തീരേണ്ട പണിയാണ്. വെറുതെ വിട്ട് ഇവർ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുക. അല്ലാതെ എന്ത് ഇപ്പം വഴി നടക്കാനും വയ്യ. മനുഷ്യന് ജീവന് വിലയുണ്ടോ? മനുഷ്യർക്കൊരു വിലയില്ല. ഇപ്പം കുഴി അടയ്ക്കത്തുമില്ല. ഇവർ നേരെ പണി ചെയ്ത് തീർക്കത്തൊന്നുമില്ല. ഇപ്പം അവിടെ നിന്ന് ഈ വലിയൊരു കുഴി വലിയൊരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് കൂടെ വരുന്നത്. ഞങ്ങൾ കണ്ടു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമാണ്. കൃത്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയും എവിടെയും കണ്ടില്ല. സ്ഥലമറിയാതെ ഈ റോഡ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അപകട സാധ്യത കൂടും. മഴക്കാലത്ത് വെള്ളം നിറഞ്ഞ കുളമാകും. വേനലായാൽ പൊടിശല്യം രൂക്ഷം. താൽക്കാലികമായി ഡിവൈഡർ സ്ഥാപിച്ചതുപോലും അപകട മരണത്തിന് ശേഷമാണെന്ന പരാതിയുമുണ്ട്. ഒരു കയറ് പോലും കെട്ടിയിട്ടില്ല. ആ കയറ് പോലും കെട്ടുന്ന പോലെയാണ് ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്. ഇപ്പോൾ രാവിലെ വന്നപ്പോൾ ഈ സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ ഒരാൾ മരിച്ച ശേഷമാണോ ഇത് നേരത്തെ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയില്ല എന്നുള്ളതാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്നാൽ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ബാരിക്കേഡുകളും മറ്റ് നടപടിക്രമങ്ങളും പൂർത്തീകരിക്കാൻ മുന്നേ തന്നെ നിർദ്ദേശം നൽകിയിരുന്നുവെന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ റോഡിലത് കുറച്ചെങ്കിലും പ്രാവർത്തികമായത് കഴിഞ്ഞ ദിവസമാണെന്ന് മാത്രം. മനുഷ്യജീവന് ഇങ്ങനെ വിലയില്ലാതായി പോകരുതെന്നുള്ളത് ഇവിടെയുള്ളവരുടെ അഭ്യർത്ഥനയാണ്. നിർമ്മാണം തുടങ്ങിയിട്ട് കാലം കുറച്ചധികമായില്ലേ എന്ന് ചോദിക്കുന്നുണ്ടിവർ. അത് കേൾക്കാതെ പോകരുത്. ക്യാമറമാൻ NS സജീവിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.